ഹലോ മൈഡിയേഴ്സ്, അപ്പോൾ എൻ്റെ വർക്കിംഗ് പ്ലേസായ വി കെയറിൻ്റെ ഓണം സെലിബ്രേഷൻ 2026 കലാകായിക മത്സരങ്ങളോടുകൂടി ചിൽ ആൻഡ് ത്രിൽ ആൻഡ് വൈബായിട്ട് അവസാനിച്ചിരിക്കുന്നു. വളരെ നേരത്തെ ആയിരുന്നു ഇപ്രാവശ്യം ഓണം സെലിബ്രേഷൻ. എന്തായാലും ഭയങ്കര അടിപൊളിയായിരുന്നു. കലാകായിക മത്സരങ്ങളൊക്കെ ഭയങ്കര കിട്ടുമായിരുന്നു. അപ്പോൾ ആലുവ ടീമും എറണാകുളം ടീമും ഒന്നിച്ചായിരുന്നു. അപ്പോൾ എല്ലാ ഔട്ട്ലെറ്റിലെയും നമുക്ക് സ്റ്റാഫുകളെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഓണം സെലിബ്രേഷൻ്റെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, പരിചയപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും ഒരു ത്രില്ലായിട്ടുള്ളൊരു അവസരമാണ്. അപ്പോൾ ആലുവ ടീമാണ് കപ്പടിച്ചത്. ഇപ്പോൾ കായിക മത്സരങ്ങൾക്ക് ഒരു പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വിൻ ചെയ്യുന്നവർക്ക് ഒരു കപ്പൊക്കെ അടിക്കും. അപ്പോൾ ആലുവ ടീമാണ് കപ്പടിച്ചത്. എല്ലാ വർഷവും ആലുവ ടീമാണ് കപ്പടിക്കുന്നത്. അവരുടെ ഒരു ടീം സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ തന്നെയാണ്. അതിൻ്റെ ഇട്ടാവട്ടത്ത് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈവൻ നമ്മുടെ ഒരു മെജോറിറ്റി വെച്ചിട്ട്, എറണാകുളം ടീമിൻ്റെ ഒരു മെജോറിറ്റി വെച്ചിട്ട് ടീം സ്പിരിറ്റൊക്കെ എപ്പോഴെങ്കിലും നല്ല പോലെ വരുവാണെങ്കിൽ ചിലപ്പോൾ കപ്പ് നമ്മളും അടിക്കുമായിരിക്കും. ഒരു ശുഭപ്രതീക്ഷ നോക്കാം. എന്തായാലും എല്ലാ വർഷവും ഓണം ഉണ്ടാകും. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. അത്രയ്ക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ദിവസം പോണതേ അറിഞ്ഞിട്ടില്ല. ഇത് കസേര കറക്ക മത്സരം ഒരു ഗെയിമാണ്, ഒരു ന്യൂ ഗെയിമായിരുന്നു. കറങ്ങി ഞാൻ ചെന്ന് ഇടിച്ച് വീണ്. എൻ്റെ പൊന്നോ, വല്ലാത്തൊരു റിസ്കി ഗെയിമായിരുന്നു കേട്ടോ ഈ കസേര കറക്കി ഓടി ഉള്ള മത്സരം. വെരി റിസ്കി ഗെയിം. അപ്പോൾ എന്തായാലും അതിനാണ് ഞാൻ മത്സരിച്ചത്. കുഴപ്പമില്ല, അപകടങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത് നമ്മളെ എടപ്പള്ളി സ്റ്റോറിലെ ഒരു പയ്യനാണ്. അവൻ ക്ലാസിക്കൽ ഡാൻസറാണ്, നല്ലപോലെ കളിച്ചിട്ടുണ്ട്. അവനൊരു ഭാവി അനുഗ്രഹിക്കുന്നു എന്തായാലും. പിന്നെ നമ്മുടെ ഡാൻസ്, അപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റിലെ എല്ലാ സ്റ്റാഫുകളും ഡാൻസിനുണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾ 5 ഗേൾസും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പയ്യൻ കൂടി ഉണ്ട്, അവൻ ഡാൻസിന് ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ന്യൂ ജോയിനിങ് ആണ്. അപ്പോൾ അവന് അത്ര ഇതായിട്ടില്ല. നമ്മളായിട്ടൊക്കെ ഒന്ന് കോർഡിനേഷനൊക്കെ ആവണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ചമ്മലും ബുദ്ധിമുട്ടും കൊണ്ട് അവൻ നെക്സ്റ്റ് ടൈമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കി 5 പേരും ഡാൻസേഴ്സാണ് ശരിക്കും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാക്ടീസ് എങ്ങനെ 8 മുതൽ 12 മണി വരെ നമുക്ക് ഷോപ്പ് വർക്കിംഗ് ആണ്. പിന്നെ എങ്ങനെ നമ്മൾ ഇത്രയും പ്രാക്ടീസ് ചെയ്തു എന്ന് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരം രാത്രി 12 മണി തൊട്ട് 2 മണി വരെ നമ്മൾ ഹെവി റിസ്ക് എടുത്ത് പ്രാക്ടീസ് ചെയ്തു. വെറും 5 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മളെ ഡാൻസ് എന്തായാലും അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഒരു ഒരു പ്രത്യേക താങ്ക്സ് ഞാൻ പറയുന്നു. കാര്യം അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് അവർ നല്ല അടിപൊളിയായിട്ട് കളിച്ചു. ഭയങ്കര കിടിലം പ്രോഗ്രാമായിരുന്നു എന്തായാലും. നെക്സ്റ്റ് ഓണം സെലിബ്രേഷന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അത്രയ്ക്ക് ത്രില്ലായിരുന്നു ഈ ഒരു ഡേ എന്ന് പറയുന്നത്. ഭയങ്കര സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു സൂപ്പർ ഹാപ്പി ഓണം ഞാൻ പറയുന്നു. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ ഒരുപാട് താങ്ക്സ് പറയുന്നു. കാരണം ഇങ്ങനെ ഒരു വീക്ക് ഓണം സെലിബ്രേഷൻ ഒരു ഡേ നമുക്ക് ഒരുപാട് സന്തോഷിക്കാൻ, കാരണം എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസം, എല്ലാവരുമായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു ദിവസം കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്. ബൈ.